വെൽക്കം ബാക്ക് ടു കിച്ചൺ ടെയിൽസ്. ഇന്നത്തെ വീഡിയോ എൻ്റെ കുറച്ച് നാളത്തെ ക്രോക്കറി കളക്ഷനും ആൻഡ് കുറച്ച് വലിയ യൂട്ടൻസിൽസിൻ്റെയാണ്. ആദ്യം നമുക്ക് നൈഫ്സ് വെച്ച് തുടങ്ങാം. എനിക്ക് 2 സ്ലൈസിങ് നൈഫ്സ് ആണുള്ളത്. ഒരെണ്ണം 10 ഇഞ്ചിൻ്റെയും ഒരെണ്ണം 12 ഇഞ്ചിൻ്റെയും. ഇത് വിക്ടോറിയനോക്സ് എന്ന് പറഞ്ഞ കമ്പനിയുടെയാണ്. ഇത് കായ് എന്ന് പറഞ്ഞ കമ്പനിയുടെ. നെക്സ്റ്റ് ഗ്ലോബൽ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഷെഫ് നൈഫും ആൻഡ് യൂട്ടിലിറ്റി നൈഫും. ഇതെൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്താണ്. ഇത് നൈഫ്സ് ഒക്കെ ഷാർപ്പൻ ചെയ്യാനായിട്ട് ഉള്ളൊരു ഗ്രൈൻഡിങ് സ്റ്റോൺ. ഇത് ആമസോണിൽ ഞാൻ ഓർഡർ ചെയ്താണ്. ഇതെപ്പോഴും നമ്മൾ വെള്ളത്തിൽ തന്നെ ഇട്ട് വെക്കണം. ഇത് സാട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് നമ്മൾ നൈഫ്സ് ഒക്കെ ഷാർപ്പൻ ചെയ്യുന്നതോറും ഈ കല്ലിൻ്റെ സൈസ് ഇതുപോലെ കുറഞ്ഞുകൊണ്ടിരിക്കും. നെക്സ്റ്റ് എൻ്റെ സ്പൂൺസൊക്കെയാണ്. സ്പൂൺസ് നമ്മുടെ നാട്ടിൽ നല്ല വെറൈറ്റി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അത് വാങ്ങിച്ചു വെക്കണമായിരിക്കും നല്ലത്. അപ്പോൾ ഇത് ഫാമിലിയുടെ സ്പൂൺസാണ്. നൂഡിൽസും ഈവൻ സാലഡ്സൊക്കെ എടുക്കാനായിട്ട് നല്ലതാണ്. ഇതുപോലെ വുഡൻ ഹാൻഡിലായിട്ടുള്ള സ്പൂൺസ്. ഇതെനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡിൽ നിന്നാണ് തോന്നുന്നത് ഞാൻ മേടിച്ചത്. ആൻഡ് വുഡൻ സ്പൂൺസ്. ആൻഡ് ചിരട്ട കൊണ്ട് ഉണ്ടാക്കിയ സ്പൂൺസ്. ഇത് നമ്മൾക്ക് കഞ്ഞി ആൻഡ് അതുപോലെ ക്വാണ്ടിറ്റിയിൽ കുക്ക് ചെയ്യുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റിയ സ്പൂൺസാണ്. ദീസ് ആർ മൈ ഫേവറേറ്റ്. നെക്സ്റ്റ് എൻ്റെ സ്റ്റീൽ പ്ലേറ്റ്സിൻ്റെ കളക്ഷനാണ്. ഇതൊരു 24 ഇഞ്ചസിൻ്റെ ഒരു വലിയ പ്ലേറ്റാണ്. നമുക്ക് കബ്സ ബിരിയാണി അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഡിഷ് കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ സെർവ് ചെയ്യാനായിട്ടുള്ളത്. ഈവൻ നമ്മുടെ വാഴയിലേക്ക് ഇട്ട് കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉണ്ടാക്കുമ്പോൾ സെർവ് ചെയ്യാനായിട്ട് നല്ല. ആൻഡ് അതുപോലെ തന്നെ ഇതുപോലത്തെ ചെറിയ സ്റ്റീലിൻ്റെ പാത്രങ്ങൾ കറിയൊക്കെ സെർവ് ചെയ്യാനായിട്ട്. ഇതെല്ലാം എൻ്റെ വീഡിയോസ് എടുത്ത് തുടങ്ങിയപ്പോൾ തൊട്ട് മേടിക്കാൻ തുടങ്ങിയ കളക്ഷനാണ്. ഈ സ്റ്റീലിൻ്റെ ചെറിയ പാത്രങ്ങളെല്ലാം. ഈവൻ നമ്മൾ ഡെയിലി യൂസിനൊക്കെ ഈ ഒരു മോര് അതുപോലത്തെ ഡിഷസൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല. നെക്സ്റ്റ് ഒരു സ്റ്റീലിൻ്റെ പ്ലേറ്റ്. അതെനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഫേവറേറ്റ് ആയിരിക്കും. ഇടയ്ക്ക് നമുക്ക് മീൽസൊക്കെ കഴിക്കാനായിട്ട് ഇതുപോലെ ചെറിയ കറീസൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള പാത്രങ്ങളോട് കൂടിയായിട്ടുള്ളത്. നെക്സ്റ്റ് സൂപ്പ് ബൗൾസ്. ഇത് ഞാൻ ഈ അടുത്ത് ആറ്റ്മോസ്ഫിയറിന് ചോറ്റാനിക്കരയിലുള്ള ആറ്റ്മോസ്ഫിയറിന് പറഞ്ഞ് ചെയ്യിപ്പിച്ച ബൗൾസാണ്. ഒരു ഡീപ്പ് റെഡ് കളർ. ആൻഡ് അതുപോലെ തന്നെ അവിടുന്ന് തന്നെ ആറ്റ്മോസ്ഫിയറിന് തന്നെയാണ് ഞാൻ ഈ സാലഡിൻ്റെ പ്ലേറ്റ്സ് ഒക്കെ ഓർഡർ ചെയ്തേക്കുന്നത്. ഞാൻ ഈ അടുത്ത് തന്നെ ആറ്റ്മോസ്ഫിയറിനെ പറ്റി ഒരു ചെറിയൊരു വ്ളോഗ് ചെയ്യുന്നതായിരിക്കും. ഇതും ആറ്റ്മോസ്ഫിയറിന് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ്. ഞാൻ ഈ സാലഡ്സിൻ്റെ പാർട്ടി ഓർഡേഴ്സിൽ എടുക്കുന്ന കാരണം എനിക്കൊരു 3-4 വെറൈറ്റി സാലഡ്സ് ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു പാത്രങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം ഈ ആറ്റ്മോസ്ഫിയറിനാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. ഇതും അതുപോലെ തന്നെ അവിടെ നിന്ന് തന്നെ പറഞ്ഞാൽ നിങ്ങൾ നേരത്തെ എൻ്റെ ക്രോക്കറി കളക്ഷൻ വീഡിയോയിൽ ഈ പ്ലേറ്റ്സ് കണ്ടിട്ടുണ്ടാവും. ആൻഡ് ഇത് ആറ്റ്മോസ്ഫിയറിലെ പുതിയതായിട്ട് ഞാൻ ഓർഡർ ചെയ്തതാണ്. ഈ യെല്ലോ ആൻഡ് ഗ്രീൻ ഡിസൈൻ ആയിട്ടുള്ളത്. ഇത് നമുക്ക് സ്നാക്സും അതുപോലെ തന്നെ പാസ്തയൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. നെക്സ്റ്റ് സ്നാക്സ് നമ്മൾ ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കുമ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ ഇതുപോലെ റെക്റ്റാങ്കിൾ പ്ലേറ്റ്സ്. വൈറ്റും ഉണ്ട്. ഈ യെല്ലോ വൺ ഞാൻ ആറ്റ്മോസ്ഫിയറിൽ തന്നെ ചെയ്തതാണ്. ആൻഡ് സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യാനായിട്ട്. ഇത് സ്റ്റാർട്ടേഴ്സ് നല്ല, കൂടുതലും എനിക്ക് തോന്നുന്നത് പാസ്ത പോലത്തെ ഡിഷസൊക്കെ സെർവ് ചെയ്യാനായിട്ടാണ് നല്ലത്. ആൻഡ് റെക്റ്റാങ്കിൾ പ്ലേറ്റ്സ് സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യാനായിട്ട്. ഈ പ്ലേറ്റ്സ് വുഡ് ആപ്പിൾ നിന്നാണ് ഞാൻ മേടിച്ചത്. ഇനിയൊരു ഓവൽ ഷേപ്പിലൊരു പ്ലേറ്റ്സ് കട്ട് ഫ്രൂട്ട്സ് ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ഇതും ആറ്റ്മോസ്ഫിയർ എന്നാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് ചെറിയ ക്വാണ്ടിറ്റിയിൽ സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള ക്രീം കളർ പ്ലേറ്റ്സ്. ഇത് AS ബാവ കമ്പനി ബ്രോഡ്വേ അവിടെ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ബാക്കിയുള്ളതെല്ലാം എൻ്റെ ബ്ലൂ ക്രോക്കറി കളക്ഷനാണ്. ബ്ലൂവിൻ്റെ ഡിഫറെൻറ്റ് ഷെയ്ഡ്സ്, കുറച്ച് ഡാർക്കറും കുറച്ച് ടർക്കോയിസ് ബ്ലൂയുടെ കളറിലായിട്ടുള്ളത്. ഇതുപോലെ ഡിന്നർ പ്ലേറ്റ്സും ഉണ്ട്. സ്റ്റാർട്ടേഴ്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങളുണ്ട്. ഇതും AS ബാവ ആൻഡ് കമ്പനി ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചത്. ആൻഡ് നമുക്ക് ചെറിയ ക്വാണ്ടിറ്റിയിൽ കറിയൊക്കെ സെർവ് ചെയ്യാനുള്ളതും ആൻഡ് ഈവൻ സൂപ്സൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ബൗൾസ്. ഇതും ഈ സെയിം ഇവിടെ നിന്ന് തന്നെയാണ് മേടിച്ചത്. ആൻഡ് ഓവൽ ഷേപ്പിലുള്ള കുറച്ച് ഡ്രൈ ആയിട്ടുള്ള സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാനായിട്ടുള്ളത്. പൊതുവേ എനിക്ക് വൈറ്റ് ക്രോക്കറീസിനേക്കാളും എനിക്കിഷ്ടം കുറച്ചും കൂടി കളേർഡ് ആയിട്ടുള്ള ക്രോക്കറീസാണ്. അപ്പോൾ ഈ ബ്ലൂവിൻ്റെ കളക്ഷനും ഉണ്ട് ആൻഡ് പ്രിൻസിൻ്റെ കളക്ഷനായിട്ടുള്ള ക്രോക്കറീസും ഉണ്ട്. ആൻഡ് ഇതുപോലെ കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ബ്ലൂ കളർ പാത്രങ്ങൾ ആൻഡ് പാസ്തയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ. ഇതെല്ലാം AS ബാവ ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചത്.
നമ്മൾ ക്രോക്കറീസ് വാങ്ങിക്കുമ്പോൾ ചെറിയൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ നമുക്ക് എനിക്കൊന്ന് ഒരു കളർ തീമിൽ പോകാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ ഈ ബ്ലൂ പാത്രങ്ങൾ മേടിച്ച സമയത്ത് തന്നെ ഞാൻ ഫ്ലവേഴ്സായിട്ട് ഈ ബ്ലൂ ചെറിയ പ്രിൻ്റുള്ള ഒരു ജാറ് മേടിച്ചു. പിന്നെ അതിൻ്റെ ചെറുതുമുണ്ട്. ആൻഡ് ചെറിയ ഡിപ്സൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള ഇതുപോലെ തന്നെ ഒരു ഗ്രീനിഷ് ബ്ലൂ ഷെയ്ഡിലുള്ള ചെറിയ പാത്രങ്ങൾ. ഇത് ഫാബഡിയയിലാണ്. ആൻഡ് ഫോമൽ ടേബിൾ സെറ്റിംഗ് ഒക്കെ ചെയ്യാൻ പറ്റിയ ലോങ് ആയിട്ടുള്ള ക്യാൻഡിൽ, ആൻഡ് അതുപോലെ തന്നെ ഷോർട്ട് ആയിട്ടുള്ള ക്യാൻഡിൽ ആൻഡ് വൈറ്റ് ക്യാൻഡിൽ സ്റ്റാൻഡ്. ഇത് ഫാബഡിയിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഇത് നിങ്ങൾക്ക് പാർട്ടീസ്, ഇത് മസ്റ്റായിട്ട് നമ്മൾ എപ്പോഴും വാങ്ങിച്ച് വെക്കേണ്ട ഒരു സാധനമാണ്. ജ്യൂസൊക്കെ സെർവ് ചെയ്യാനായിട്ട് ഉള്ളൊരു ജാറ്. ആൻഡ് ബട്ടർ ട്രേ, ഇതും ഫാബഡിയിലാണ്. ഇതെല്ലാം എനിക്ക് തോന്നുന്നു എൻ്റെ ലാസ്റ്റ് ക്രോക്കറി കളക്ഷനിൽ ഞാൻ കാണിച്ചിട്ടുണ്ടാവും. ചിപ്സൊക്കെ സെർവ് ചെയ്യാനും അതുപോലെ ഡിപ്പൊക്കെ വെച്ച് സെർവ് ചെയ്യാൻ പറ്റിയൊരു പാത്രം. ഇതും ഫാബഡിയിലാണ്. ആൻഡ് ഫ്ലവേഴ്സ്, ഇതെനിക്ക് തോന്നുന്നു വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഐസ് ജാറ്, ഇതും ഫാബഡിയിലാണ്. ആൻഡ് ടീ ഒക്കെ സെർവ് ചെയ്യാൻ പറ്റിയൊരു ടീ പോട്ട്, ഇതും ഫാബഡിയിലാണ്. ഓക്കെ, ഞാൻ അങ്ങോട്ട് വരാനാണ്. നെക്സ്റ്റ് കേക്ക് സ്റ്റാൻഡ്, ഇതും കേസ് ബാവ ആൻഡ് കമ്പനിയിൽ നിന്നാണ് മേടിച്ചത്. ഡിഫറെൻറ്റ് ഷേപ്പിലുള്ള ബ്രെഡ് ബോക്സസ്. ആൻഡ് ഇത് നമുക്ക് പാർട്ടീസിനൊക്കെ ഫുഡ് ഡിഫറെൻറ്റ് ലെവലിൽ പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ ഉള്ള സ്റ്റാൻഡ്. ഇത് ബേക്കേഴ്സ് എന്നാണ് വാങ്ങിച്ചത്. എൻ്റെ 3-ാം ട്രിപ്പിൽ മേടിച്ച കെയിനിൻ്റെ കളക്ഷനാണ്. ഇത് ഞാൻ വീഡിയോസിന് വേണ്ടി ഹൗ ടു ഇംപ്രസ് ഗസ്റ്റ് എന്നുള്ള കണ്ടൻറ്റിൽ യൂസ് ചെയ്യാനായിട്ട് വാങ്ങിച്ചതാണ് ഈ പ്രാവശ്യം. കെയിനിൻ്റെ സ്ക്വയർ ഷേപ്പിൽ മുറങ്ങൾ. നമുക്കിത് അകത്ത് വാഴയിലേക്ക് ഇട്ടിട്ട് ഡ്രൈ ആയിട്ടുള്ള ഡിഷസൊക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ബട്ട് ഉള്ളി തിങ് കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള കുക്കിങ്ങിന് വേണ്ടിയാണ് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് അതുപോലെ തന്നെ റൗണ്ട് ആയിട്ടുള്ള പാത്രങ്ങൾ, ഈവൻ നമുക്ക് റൈസൊക്കെ സെർവ് ചെയ്യാം, ബട്ട് അടിയിൽ വാഴ ഇടേണ്ടി വരും. ആൻഡ് ഈ ഒരു ഷേപ്പിലുള്ള മുറം, ഇത് സെർവ് ചെയ്യാനുള്ള ഡിഷ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് നമുക്ക് ബ്രെഡൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ബാസ്ക്കറ്റ്. ഇതും ഞാൻ ആ കെയിനിൻ്റെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചാണ്. ആൻഡ് നമുക്ക് ഉണ്ണിയപ്പമൊക്കെ സെർവ് ചെയ്യാം വാഴ ഇട്ടിട്ട്. ആൻഡ് റൗണ്ട് ഡിഷസ്, മീൻ വറുത്തൊക്കെ കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള, നമുക്ക് ഗസ്റ്റ് കുറച്ച് കൂടുതലുള്ളപ്പോൾ സെർവ് ചെയ്യാൻ പറ്റിയ പാത്രമാണ്. ആൻഡ് ഈ ഒരു ഷേപ്പ് എൻ്റെ ഫേവറേറ്റാണ്. സെർവ് ചെയ്യാനുള്ള ഡിഷ് ഈ പറഞ്ഞ പോലെ കണ്ടുപിടിക്കണം. ആൻഡ് ഓണത്തിനൊക്കെ പൂവൊക്കെ നമ്മൾ വാങ്ങിക്കുമ്പോൾ സെർവ് ചെയ്യാനല്ല, അതെന്താ പറയുന്നത്, ഡിസ്പ്ലേ ചെയ്യാൻ, ഡെക്കറേഷനായിട്ട് വെക്കാനായിട്ടെന്നുള്ള ഇതിൽ മേടിച്ചാണ്. നമുക്ക് ഓണം വരുമ്പോൾ തീരുമാനിക്കാം. ആൻഡ് ഇതും നിങ്ങൾ എൻ്റെ 3-ാം വ്ളോഗിൽ കണ്ടിട്ടുണ്ടാവും. പണ്ടൊക്കെ ഇത് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? അരിയൊക്കെ എടുത്ത് വെക്കാനാണെന്ന് തോന്നുന്നു. ഒരു സവാള എന്താണെന്ന് പറയുന്നത്, എന്തത് എല്ലാവരും കൂടി ചിരിക്കണം എന്തിനാണ്? വെജിറ്റബിൾസ് ഒക്കെ വെക്കാം. ബട്ട് ഇത് എനിക്ക് എന്താ പറയുക, ഈ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് മുളയുടെ പുട്ടുകുടം, പുട്ടുകുടം അല്ല, പുട്ടുകുറ്റി. നെക്സ്റ്റ് വുഡൻ ട്രേസ്, ഇത് ഫാബഡിയിൽ നിന്ന് വാങ്ങിച്ചത്. ആൻഡ് ഇത് റൗണ്ട് ഷേപ്പിലുള്ള ട്രേ, ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ആൻഡ് ഇത് നമുക്ക് ചീസ് പ്ലാറ്ററൊക്കെ വെക്കാനായി സെർവ് ചെയ്യാനായിട്ട് നല്ലതാണ്. ആൻഡ് അങ്ങനത്തെ 2 ഷേപ്പിൻ്റെ ഉണ്ട്, ഒരെണ്ണം റെക്റ്റാങ്കിളും ഒരെണ്ണം സ്ക്വയറും. നെക്സ്റ്റ് എൻ്റെ ബ്രാസിൻ്റെ കളക്ഷനാണ്. ഇഡ്ഡലി ചെമ്പ്, ഇത് ഫാൻസി വെസൽ ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചത്. ആൻഡ് അതുപോലെ തന്നെ ചെറിയ ഉരുളി. ഇതെല്ലാം എൻ്റെ ചാനൽ കിച്ചൺ ടെയിൽസ് ബൈ നീതു തുടങ്ങിയപ്പോൾ തന്നെ വാങ്ങിച്ച ക്രോക്കറീസാണ്. ആൻഡ് വെള്ളമൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള, ഉണ്ണിയപ്പമൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ളത്, പായസോൾസ്. നമ്മുടെ ചെറിയ ബ്രാസിൻ്റെ ചീനച്ചട്ടി. ഇനി കുറച്ച് ക്വാണ്ടിറ്റിയിലുള്ള കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ പാത്രങ്ങൾ. ഇത് വെസ്റ്റ് സൈഡിൽ നിന്നാണ് വാങ്ങിച്ചത്. ഇത് ഫാബിൻഡിയ, ഇവിടെ വെച്ചാണ് തുടങ്ങിയത് കളക്ട് ചെയ്യാൻ. അപ്പോൾ വരുന്നേക്കാളും മുമ്പ് ഇതെല്ലാം തിരിച്ചെടുത്ത് വെക്കാട്ടാ, ഇല്ലെങ്കിൽ ചിലപ്പോൾ വലിച്ചെറിയും. ആൻഡ് ഇത് നമ്മുടെ ആറ്റ്മോസ്ഫിയർ എന്നാണ്. നെക്സ്റ്റ് ബേക്സും ഒക്കെ സെർവ് ചെയ്യാനുള്ള ഡിഷസ്. ഇതെല്ലാം അത്യാവശ്യം സൈസുള്ള പാത്രങ്ങളാണ്. ഇതും വുഡ് ആപ്പിൾ നിന്നാണ് വാങ്ങിച്ചത്. ഇതും വുഡ് ആപ്പിൾ തന്നെയാണ് വാങ്ങിച്ചത്. നെക്സ്റ്റ് മൺചട്ടിയുടെ പാത്രങ്ങളാണ്. ഇത് കേർഡൊക്കെ ഉണ്ടാക്കി വെക്കാനായിട്ട് ബെസ്റ്റാണ്. ആൻഡ് അതുപോലെ കറിയൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഷേപ്പിലുള്ള പാത്രങ്ങൾ. നമ്മുടെ മീൻകറിയൊക്കെ വെക്കാൻ പറ്റിയ ചട്ടികൾ. ആൻഡ് ബിരിയാണിയൊക്കെ സെർവ് ചെയ്യാനുള്ള പാത്രം. ഈ ചട്ടിയുടെ പാത്രങ്ങളൊക്കെ എടപ്പള്ളി പള്ളിയുടെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് ഒരു റോഡ് സൈഡ് വെൻഡർ ഇരിക്കുന്നുണ്ട്, അവിടെ നിന്നാണ് ഞാൻ ഇതെല്ലാം വാങ്ങിച്ചത്. മോരൊക്കെ സെർവ് ചെയ്യാനുള്ള പാത്രങ്ങൾ. ആൻഡ് അപ്പം ചട്ടി. അത് ഞാൻ അത്ര ഷുവറല്ല, ബട്ട് അങ്ങനെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ബ്ലാക്ക് ചട്ടികൾ കുറച്ചുകൂടി ബ്രൗണിനേക്കാളും കുറച്ചുകൂടി ക്വാളിറ്റി കൂടിയതാണ്. ആൻഡ് ഇതുപോലെ ഈ ചട്ടികൾ നമ്മൾ പുതിയതായിട്ട് വാങ്ങിക്കുമ്പോൾ യൂസ് ചെയ്യണമെങ്കിൽ കഞ്ഞിവെള്ളം ഇട്ടിട്ട് കുറച്ച് നേരം ബോയിൽ ചെയ്യിപ്പിച്ചാൽ മതി.
ഇത് ചെറിയ പാത്രങ്ങൾ, ചെറിയ സ്നാക്സ് ഒക്കെ സെർവ് ചെയ്യാനുള്ള ഫാബിൻ്റെ നിന്നാണിത്. ആൻഡ് ഇത് നമ്മുടെ ബ്രെഡൊക്കെ സെർവ് ചെയ്യാനായിട്ടുള്ള ബാസ്ക്കറ്റ്. ഇതുപോലത്തെ സാധനങ്ങളൊക്കെ നിങ്ങൾ കാണുമ്പോൾ തന്നെ വാങ്ങിച്ചു വെക്കണം നല്ലത്. ബിക്കോസ് നമുക്ക് കറക്റ്റ് ഷേപ്പും കളറൊക്കെ കിട്ടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതെനിക്ക് തോന്നുന്നു ഇത് വാങ്ങിച്ച സ്ഥലം ഞാൻ മറന്നുപോയി, സോറി. ഇത് നമ്മൾ ഉള്ളിയൊക്കെ ചതയ്ക്കാൻ ഉപയോഗിക്കുന്ന കല്ല്. ഇതും ഇതുപോലെ തന്നെ എടപ്പള്ളിയിലെ റോഡ് സൈഡ് വെറ്ററിൻ്റെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. ഈ ചട്ടി ബട്ട് ആളുടെ ഇത്രയും വലുതുണ്ടാകുന്ന അറിയില്ല. ബട്ട് എനിക്ക് തോന്നുന്നു ആൾ ഉണ്ടാക്കി തരുന്നു. നെക്സ്റ്റ് നമ്മുടെ എൻ്റെ സ്ഥിരം ഒരു 15 കൊല്ലമായിട്ടുള്ള ഫ്ലവേഴ്സാണ് ഫ്രം ഫാബിൻ്റെ. ആൻഡ് മോരൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയ ഇതെല്ലാം എൻ്റെ വീഡിയോസിൽ എപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫാബിൻ്റെ എന്നുള്ള ചെറിയ ബൗൾസ്. ഇൻഗ്രീഡിയൻസ് ഒക്കെ. എൻ്റെ ദൈവമേ, മണ്ണൊന്നും വിട്ടിട്ടില്ലല്ലേ. ഇത് സാലഡ് പ്ലേറ്റ് തന്നെ, ഗ്രീൻ. എൻ്റെ ഫേവറേറ്റ് സാധനം ഉണ്ട്. നെക്സ്റ്റ് ജിജോയുടെ മമ്മിയുടെ കളക്ഷനാണ്. ഈ ബ്രാസിൻ്റെ വിളക്കും നമ്മുടെ അരിയൊക്കെ ബോയിൽ ചെയ്യിക്കാനുള്ള വലിയ കലങ്ങളും. ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് എന്തിനാണെന്നറിയില്ല, ബട്ട് ഞാനിതെല്ലാം കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ വലിയ വിളക്ക് ഞാൻ സൂക്ഷിച്ച് വെച്ചിരിക്കുന്നത് ഏതെങ്കിലും കാലത്ത് എന്താ പറയുക, റെസ്റ്റോറൻറ്റ് തുടങ്ങാൻ പറ്റിയാൽ ഇനോഗ്രേഷന് വേണ്ടി വെച്ചിരിക്കണം. ഞാൻ ഈ ചീനച്ചട്ടീസ് ഞാൻ നമ്മുടെ ഇത് സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ, ബട്ട് ഇത് മാത്രമാണ് എനിക്ക് വേസ്റ്റായിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. തുരുമ്പ് എങ്ങനെ മാറ്റുന്ന ഒരു പിടുത്തം കിട്ടുന്നില്ല. ഐ ഡോണ്ട് നോ. ഈ ഇത്രയും വലിയ സൈസ് ഉള്ളത് ഫ്ലാറ്റിൽ വെച്ച് കഴുകാനും പറ്റുന്നില്ല. മേ ബി ലേറ്റർ ഓൺ ഞങ്ങളുടെ റെസ്റ്റോറൻറ്റിലേക്ക് യൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. ഫിനിഷ് കഴിഞ്ഞു. ഈ കലം എന്തിനാണെന്ന് എനിക്ക് ഒരു ഐഡിയ കിട്ടുന്നില്ല. മമ്മിയുടെ കളക്ഷനാണ്. എനിക്ക് തോന്നുന്നു അരിയൊക്കെ പണ്ട് മമ്മിയൊക്കെ നെല്ല് തിളപ്പിക്കാനായിട്ട് ഇതിലാണ് യൂസ് ചെയ്തിരുന്നതെന്ന് തോന്നുന്നു. ബട്ട് ഞാൻ എന്തായാലും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. മേ ബി ലേറ്റർ ഓൺ ഇതെല്ലാം എനിക്ക് ആവശ്യം വരുമായിരിക്കും. ഗൈസ് തീർന്നു, ഞാൻ പോവാ. എന്തത് അവൻ്റെ പ്ലേറ്റ് ഒന്നും കാണിക്കായിരുന്നില്ലേ? ആൻഡ് ഫൈനലി ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. ഇത് ഡെസേർട്ടൊക്കെ സെർവ് ചെയ്യാനുള്ള പാത്രം. ഇതും AS ബാവ ബ്രോഡ്വേ എന്നാണ് വാങ്ങിച്ചത്.